ചെറുകഥ ഒരു മഴയുടെ പേറ്റുനോവ്. പുറത്ത് അതിശക്തമായ മഴയാണ്. കാറ്റിൽ ആഞ്ഞടിക്കുന്ന വാതിൽ പാളികളുടെ ശബ്ദമോ തൻ്റെ കുഞ്ഞുങ്ങൾ മഴ നനയാതിരിക്കാനായി ഒരിത്തിരി ഇടം തേടി കേണപേക്ഷിക്കുന്ന അമ്മ പൂച്ചയുടെ വേദനയോ ഒന്നും തന്നെ അവന് കേൾക്കാൻ സാധിച്ചിരുന്നില്ല. മൊബൈൽ ഫോണിലെ കീബോർഡിൽ അവൻ്റെ വിരലുകൾ ആർത്തിയോടെ എന്തൊക്കെയോ പരതുകയായിരുന്നു. ഓരോ അക്ഷരങ്ങളും അവൻ്റെ വിരൽ തുമ്പിനാൽ ഉടഞ്ഞില്ലാതാവുകയായിരുന്നു. തൻ്റെ ചുറ്റിലും നടക്കുന്നത് എന്തെന്നറിയാൻ അവന് തെല്ലും മോഹമില്ല. സമയത്തെ കൊന്നു തിന്നാൻ തൻ്റെ കയ്യിലൊരായുധമുണ്ട്. അതിനാൽ കാലത്തെ ഉറക്കിക്കിടത്തണം. എന്നിട്ട് അതിൻ്റെ മുകളിൽ നിന്ന് ഉറക്കിച്ചിരിക്കണം. അവൻ്റെ ലോകങ്ങളിൽ തന്നെ വെല്ലുവാൻ വരുന്നവരെ കൊഞ്ഞനം കുത്തി തോൽപ്പിക്കണം. സമയം കടന്നുപോയിക്കൊണ്ടേയിരുന്നു. അവൻ്റെ വിരലുകളുടെ ചലനങ്ങൾക്ക് വേഗം കൂടിക്കൂടി വന്നു. ഒരുപാട് നേരം ഉറക്കിക്കരഞ്ഞ് തളർന്നുപോയ കുഞ്ഞിനെ പോലെ കാറ്റ് മെല്ലെ ശാന്തമായി. മഴത്തുള്ളികൾ ജനൽപ്പാളിക്കപ്പുറത്ത് കണ്ണീർ പൊഴിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. വിശപ്പിൻ്റെ ഉൾവിളിയായിരിക്കാം അവൻ മൊബൈലിൽ നിന്നും കണ്ടെടുത്തു. അടുക്കളയിൽ പാത്രങ്ങളുടെ കലപില ശബ്ദങ്ങളൊന്നും കേൾക്കുന്നില്ല. അലക്കുകല്ലും നിശബ്ദയാണ്. അവൻ്റെ കണ്ണുകൾ ആരെയോ തേടി സഞ്ചരിച്ചുകൊണ്ടിരുന്നു. മൊബൈൽ തൻ്റെ വിശപ്പറിയിച്ചുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് സിഗ്നൽ കൊടുക്കുന്നുണ്ടായിരുന്നു. അമ്മ ഒരുപാട് കാലം കാത്തിരുന്നു ഒരു കുഞ്ഞിക്കാല് കാണാൻ. ചെയ്യാത്ത വഴിപാടുകളില്ല, കയറാത്ത അമ്പലങ്ങളില്ല. ഒടുവിൽ അവൾ ഉറക്കെ കരഞ്ഞ ആ രാത്രിയിലും ഇതുപോലെ മഴ പെയ്തിരുന്നു. തൻ്റെ പൊന്നുമോൻ്റെ മുഖം കണ്ട അവളുടെ സന്തോഷത്തിന് മുന്നിൽ പേറ്റ് നോവിന് പോലും ഒരൽപ്പം മാറി നിൽക്കേണ്ടി വന്നു. ഉള്ളതുകൊണ്ട് അവർ അവനെ പോറ്റി, ഇല്ലായ്മകൾ അവനെ അറിയിച്ചില്ല. ഒടുവിൽ സ്നേഹത്തിൻ്റെ പാതി പങ്കിട്ടെടുത്ത തൻ്റെ പ്രിയൻ അവളെ തനിച്ചാക്കി ഒരിക്കൽ കാണാമറയത്തേക്ക് യാത്രയായപ്പോഴും തൻ്റെ മനോധൈര്യം കൈവിടാതെ ആ അമ്മ അവനെ വളർത്തി. തനിക്ക് കിട്ടിയ സൗഭാഗ്യമായി അവനെ കണ്ട ആ അമ്മ കിട്ടാവുന്നതിൽ നല്ല വിദ്യാഭ്യാസം നൽകുവാൻ തൻ്റെ പ്രയത്നത്തെ പോലും മറന്ന് അധ്വാനിച്ചു. ഒടുവിൽ കടലിൻ്റെ അലകൾ തെല്ലെന്ന് ശമിച്ചു. പതിയെ പട്ടിണിയുടെ പാടുകൾ സൗകര്യങ്ങളുടെ വാതിലുകൾ തുറക്കുവാൻ തുടങ്ങി. അവൻ്റെ സന്തോഷത്തിനായി തൻ്റെ സന്തോഷങ്ങൾ ത്യജിക്കാൻ അവൾക്ക് ഒരു മടിയുമില്ലായിരുന്നു. അങ്ങനെയാണ് ഒരിക്കൽ അവൻ്റെ വാശിക്ക് മുമ്പിൽ വഴങ്ങി ഈ മൊബൈലും അവന് സമ്മാനമായി നൽകേണ്ടി വന്നത്. അവൻ കരഞ്ഞാൽ ഉള്ളുപിടയുന്നവൾക്ക് പിന്നീട് അവനെ വല്ലാതെ എടുത്തു കിട്ടാതെയായി. കൂട്ടായിരുന്നവനിലെ മാറ്റങ്ങൾ അവളെ വല്ലാതെ വേവലാതിപ്പെടുത്തിക്കൊണ്ടേയിരുന്നു. പിന്നീട് അവൻ്റെ ചിന്തകളും സംസാരങ്ങളും സന്തോഷങ്ങളും എല്ലാം ആ പ്രപഞ്ചത്തെ ആഗിരണം ചെയ്ത കീബോർഡിലേക്ക് മാറുകയായിരുന്നു. തിരിച്ചറിവുകൾ തിരുത്തലുകൾക്ക് വഴിമാറി കൊടുക്കേണ്ട സമയമായിരുന്നു അത്. വഴക്ക് പറയാൻ അമ്മയ്ക്ക് കഴിയില്ല. എന്നിട്ടും പലപ്പോഴായി അവനിൽ നിന്നും ആ ലോകത്തെ അവൾ തട്ടിമാറ്റാൻ ശ്രമിച്ചുകൊണ്ടേയിരുന്നു. പിടിച്ചുമാറ്റലുകൾ എല്ലാവരിലും നിറയ്ക്കുന്നത് കോപമാണെന്ന് അമ്മയ്ക്ക് അറിയാമായിരുന്നു എന്നറിയില്ല. ഉള്ളിൽ തൻ്റെ മകനെ താലോലിക്കാനുള്ള കൊതിയായിരുന്നു. കാരണം അവൻ അവൾക്ക് അത്രയും പ്രിയപ്പെട്ടവനായിരുന്നു, തൻ്റെ ജീവനായിരുന്നു. ഏറെ നേരം തിരിഞ്ഞിട്ടും അവൻ അമ്മയെ കണ്ടെത്താനായില്ല. ശകലം ദേഷ്യം അവൻ്റെ കണ്ണുകളിൽ കാണാം. തൊട്ടടുത്തിരുന്നൊരു പാത്രത്തോട് അവൻ ആ ദേഷ്യം പ്രകടിപ്പിക്കുകയും ചെയ്തു. തിരിച്ചു വന്ന് തൻ്റെ സിംഹാസനത്തിൽ അവൻ വീണ്ടും ഇരുന്നു. പിന്നെയും ലോകം കീഴടക്കാനുള്ള ഓട്ടം. തൻ്റെ കാൽ വിരലുകളിൽ തട്ടി വിളിക്കുന്ന തണുപ്പിനെ ആദ്യം അവൻ ശ്രദ്ധിച്ചില്ല. പിന്നീട് വീണ്ടും തന്നെ ശല്യപ്പെടുത്തിയപ്പോൾ എന്താണെന്നറിയാൻ അവൻ പാളി നോക്കി. ചോര. ഒരു നിമിഷം അവൻ ഞെട്ടിത്തെറിച്ചുപോയി. നീർച്ചാല് പോലെ ഒഴുകി വന്ന് തന്നെ വിളിച്ചു നിർത്തിയതാണ്. അവൻ്റെ കണ്ണുകൾ ചുറ്റിലും പരതാൻ തുടങ്ങി. അവൻ ലക്ഷ്യസ്ഥാനത്തെത്തുമ്പോൾ അവൻ്റെ ഉടലാകെ വിറയ്ക്കുകയായിരുന്നു. കണ്ണുകളിൽ ഇരുട്ട് പരന്നു. രക്തയോട്ടം നിലച്ചിട്ടെന്ന ഗുണം അവൻ നിലത്തിരുന്നു പോയി. അമ്മ ഇരുട്ട് മൂടിയ കണ്ണിൽ ഒരു പ്രകാശം പോലെ അവൻ ആ ചിത്രം ഓർത്തെടുത്തു. തൻ്റെ കയ്യിൽ നിന്നും അമ്മ അവൻ്റെ ലോകത്തെ തട്ടിപ്പറിച്ച നിമിഷത്തിൽ അവൻ മറ്റൊരു പ്രാന്തിൻ്റെ കൊടിമുടി കയറുകയായിരുന്നു. അവിടെ തൻ്റെ മുന്നിലുള്ളത് തൻ്റെ ശത്രുക്കൾ മാത്രമായിരുന്നു. കൊല്ലലിൻ്റെയും ആക്രോശങ്ങളുടെയും ഭീതിയുടെയും ലോകമായിരുന്നു അവിടം. അവൻ്റെ കയ്യിൽ അവൻ ശേഖരിച്ച ആയുധമുണ്ടായിരുന്നു. ആഞ്ഞുവെട്ടിയത് അവൻ്റെ ശത്രുവിനെ ആയിരുന്നു. ചോര വീഴും വരെ അവൻ ആഞ്ഞുവെട്ടി. വീണ്ടും. ഒടുവിൽ ഒരു വിജയെപ്പോലെ അടുത്ത റൗണ്ടിലെ കളിക്കായി അവൻ തൻ്റെ പ്രപഞ്ചത്തെ വീണ്ടും കൈക്കൊള്ളിയാക്കിയായിരുന്നു. നെഞ്ചു തകർന്ന് പടഞ്ഞു വീണ ആ അമ്മ അവസാന നിമിഷത്തിലും അവനെ ഉണർത്താൻ ശ്രമിച്ചിട്ടുണ്ടാവാം. ഒരിക്കൽ കൂടി ഉണ്ണി എന്നുറക്കി വിളിച്ചിട്ടുണ്ടാവണം. അവനായി തയ്യാറാക്കിയ ഭക്ഷണങ്ങൾ അവസാനമായി വാരിക്കൊടുക്കുവാൻ കൊതിച്ചു കാണണം. ഒടുവിൽ കണ്ണെടുക്കാതെ അവനെ നോക്കിക്കിടന്നിരിക്കണം. അവൻ്റെ ഏകലുകളെ വകവയ്ക്കാതെ വീണ്ടും മഴ തിമിർത്ത് പെയ്തു തുടങ്ങി. അവൻ ജനിച്ചു വീണ രാത്രിയിലും ഇതുപോലെ മഴയുണ്ടായിരുന്നു. തോരാത്ത മഴ.
കഥ മഹേഷ് നിലമ്പൂർ.